വളരെ ദേഷ്യക്കാരനായ ഒരു കൊച്ചുകുട്ടിയുണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം കയറുകയും എന്തെങ്കിലും എടുത്തെറിയുകയും ചെയ്യുമായിരുന്നു. അവന്റെ മാതാപിതാക്കൾ അവന്റെ ദേഷ്യം കാരണം വളരെ കഷ്ടപ്പെട്ടു. എങ്ങനെയെങ്കിലും അവന്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്ന് തീരുമാനിച്ച അവന്റെ പിതാവ് ആണി നിറച്ചൊരു ബോക്സും ചുറ്റികയും അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ വീടിന്റെ പുറത്തുള്ള മരത്താൽ നിർമ്മിച്ച വേലിയിൽ ഓരോ ആണി വീതം അടിക്കുക. തന്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന കുട്ടി അത് സമ്മതിച്ചു. ആദ്യത്തെ ദിവസം അവൻ ആ വേലിയിൽ 37 ആണികൾ അടിച്ചു. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവൻ അടിക്കുന്ന ആണികളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വന്നു. അവൻ കോപം നിയന്ത്രിക്കാൻ തുടങ്ങി. ആണികൾ വേലിയിൽ അടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അവൻ കണ്ടെത്തി. അങ്ങനെ ആ ദിവസം വന്നെത്തി. അല്പം പോലും ദേഷ്യം തോന്നാത്ത ആ ദിവസം അവൻ തന്റെ പിതാവിനോട് സ്നേഹപൂർവ്വം സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവന്റെ പിതാവ് പറഞ്ഞു, നിനക്ക് ദേഷ്യം തോന്നാത്ത സമയങ്ങളിൽ ആ വേലിയിൽ നിന്നും ഓരോ ആണി വീതം പുറത്തെടുക്കണം. അങ്ങനെ അവൻ ഓരോ ആണികളായി പുറത്തെടുക്കുവാൻ തുടങ്ങി. ആണികൾ പൂർണ്ണമായി പറിച്ചെടുത്ത ശേഷം അവൻ പിതാവിന്റെ അടുക്കലെത്തി. അദ്ദേഹം അവനെ ആ വേലിക്കരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവനോട് പറഞ്ഞു, മിടുക്കൻ, നീ ഞാൻ പറഞ്ഞ കാര്യം നന്നായി ചെയ്തു. പക്ഷേ നോക്കൂ, ആണി ഊരിയെടുത്ത സ്ഥലങ്ങളിലെല്ലാം ഓരോ തുളകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മൾ മറ്റുള്ളവരോട് മോശമായി പെരുമാറുകയും മറ്റുള്ളവരുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ ദേഷ്യം ശമിച്ചാലും നമ്മൾ മറ്റുള്ളവരിലുണ്ടാക്കിയ മുറിവുകൾ അവരുടെ മനസ്സിൽ മായാതെ തന്നെ കിടക്കും. അതുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ നമുക്കും ശീലിക്കാം.